സി വി വർഗീസ് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സി വി വർഗീസ്, വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ, അതിനെ 3 വയസ്സ് മുതൽ ലൈംഗികമായി പീഡിപ്പിച്ച് 6-ാം വയസ്സിൽ അതിനെ അതിക്രൂരമായി കൊന്നുകളഞ്ഞ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച കേസാണ്. അതിൽ ആ പ്രതി വെറുതെ വിടുന്ന ഒരു സാഹചര്യം കോടതിയിൽ ഉണ്ടായിരിക്കുന്നു. താങ്കൾ എങ്ങനെ ഇതിന്റെ വിധി പ്രസ്താവത്തെ കാണുന്നു? അല്ല, ഒന്നാ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ CPM-ന് രണ്ട് പക്ഷമില്ല. കേസിന്റെ അന്വേഷണത്തിലോ പ്രോസിക്യൂഷന്റെ ഇടപെടലോ ഏതെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ട് പുനരന്വേഷണം നടത്തി അവർക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് CPM-ന് സാധ്യമായതെല്ലാം ചെയ്യും. ശ്രീ സി വി വർഗീസ്, വലിയ രീതിയിൽ ചർച്ചയായ കേസാണ്, ആ പ്രാധാന്യത്തോടുകൂടി കണ്ട കേസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രാഥമികമായി വരുന്ന ഈ വിധിയിലായിരുന്നുവല്ലോ ആ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടത്, ആ കുഞ്ഞിന് നീതി ലഭിക്കേണ്ടത്. അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പ്രതിയെ വെറുതെ വിട്ടു? ഒന്നെങ്കിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടാവാം, ഇല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടാവാം. അതെന്തായാലും ഒരു പുനരന്വേഷണം നടത്തി ആ കുട്ടിക്ക് അവരുടെ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഏതിടപെടലും CPM-ന് സാധ്യമായ എല്ലാ കാര്യവും ചെയ്യും. ഇവിടെ അല്പം മുൻപ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ പ്രതിയുടെ രാഷ്ട്രീയം എന്താണ് എന്നത് കേസ് നടക്കുന്ന സമയത്ത് തന്നെ ചർച്ചയായിരുന്നതാണ്. അപ്പോൾ DYFI പ്രവർത്തകനാണ്. ഈ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ആ പ്രതിയെ രക്ഷിച്ചെടുക്കാൻ നടന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതിൽ ഡീൻ കുര്യാക്കോസ് ഏതൊരു വിഷയത്തെ രാഷ്ട്രീയമായി കാണുന്നതാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. പിന്നെ ആരെങ്കിലും പറഞ്ഞാലുള്ള DYFIയുടെ ഒരു മെമ്പർഷിപ്പോ പ്രവർത്തനമുണ്ടെങ്കിലോ DYFIക്കാരാണ് വരുത്തി തീർത്ത് ഞങ്ങളുടെ പക്ഷം ഡീൻ കുര്യാക്കോസിന്റെ രാഷ്ട്രീയ താല്പര്യമല്ല. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് മനസാക്ഷ്യപൂർവമായ നീതി ലഭിക്കണം, സാമൂഹ്യ നീതി ലഭിക്കണം. ആ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെട്ട ഒരു വിധിയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അത് ലഭിക്കാൻ സാധ്യമായതെല്ലാം ഇടപെടും. പിന്നെ ഏത് വിഷയത്തെയും സങ്കുചിതമായ രാഷ്ട്രീയത്തിനോട് നിലപാട് സ്വീകരിക്കുന്ന ഡീൻ കുര്യാക്കോസിന്റെ അഭിപ്രായത്തിനോടൊന്നും ഞങ്ങൾക്കൊരു യോജിപ്പില്ല. അത് അദ്ദേഹം അതങ്ങനെയാണ്. ഈ പെരകത്തുമോ വാഴ വെട്ടുമെന്ന് പറഞ്ഞ പോലുള്ള രാഷ്ട്രീയ താല്പര്യമാണ്. ആ രാഷ്ട്രീയ താല്പര്യമൊന്നും ഈ കാര്യത്തിൽ CPM-നില്ല. പക്ഷേ ശ്രീ സി വി വർഗീസ്, ഇവിടെ നോക്കൂ, കൃത്യമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു, തെളിവുകൾ ഉണ്ടായിരുന്നു, ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷവും ഈ പ്രതി ശിക്ഷ കുറഞ്ഞു പോയതെന്നല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബമുള്ള കാര്യമാണ്. ആ ഗൗരവമായിട്ടുള്ള അന്വേഷണം പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇടപെടുന്നു. ആ കുട്ടികളുടെ കുടുംബാംഗങ്ങളോട് ചോദിച്ച് അവർക്കൂടെ സ്വീകാര്യമായിട്ടുള്ള പ്രോസിക്യൂഷനെയാണ് അന്ന് ഗവൺമെന്റ് ഈ കാര്യത്തിൽ വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുക. കാരണം ഈ സംഭവം ഉണ്ടായി അവിടെ ഈ വീട് സന്ദർശിക്കാൻ എത്തുന്ന സന്ദർഭത്തിൽ അന്ന് മന്ത്രി എന്ന രൂപത്തിൽ K. രാധാകൃഷ്ണൻ സംസാരിച്ചതാണ്. അവരുടെ കുടുംബാംഗങ്ങൾ കൂടെ താല്പര്യമുള്ള പ്രോസിക്യൂഷൻ തന്നെ വെച്ചുകൊണ്ടാണ് കേസ് അന്വേഷിച്ചത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ, അതെല്ലാം ആ തരത്തിൽ പുനരന്വേഷണത്തിൽ വരട്ടെ. പുനരന്വേഷണം നടത്തി പ്രതികളെ ആവശ്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ എല്ലാ ഇടപെടലും, സാധ്യമായ എല്ലാ ഇടപെടലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ കാര്യത്തിൽ അതൊരുവിധമായ ഈ കൊലയാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കണിയുടെ പോലും സഹായിക്കുന്ന നിലപാട് ഇതുവരെ CPM എടുത്തിട്ടില്ല. ഭാവിയിലും അതെടുക്കുന്ന പ്രശ്നമില്ല. ശരി, വളരെ നന്ദി ശ്രീ സി വി വർഗീസ്, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ആരോപണങ്ങൾ പാടെ തള്ളുകയാണ്. ഒരു ഇടപെടലും ഈ കേസുമായി ബന്ധപ്പെട്ട് CPM നടത്തിയിട്ടില്ല. പുനരന്വേഷണം വേണമെങ്കിൽ ആവശ്യപ്പെടണം, പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.